ഹലോ, ഈസ്റ്ററിൻ്റെ അന്ന് പാതിര കുർബാനയ്ക്ക് പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വരാൻ പോലെ ഈസ്റ്ററും കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലെത്താം കേട്ടോ. ഗുജറാത്തിൽ മലയാളികളുണ്ടോ എന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് മലയാളികൾ എവിടെ പോയാലും ഉണ്ടാവും എന്നാണ് എൻ്റെ ഉത്തരം. കാരണം ഞങ്ങളീ പോകുന്ന പള്ളിയിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50-60 മലയാളി കുടുംബങ്ങളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേറെയും കുറേ പാരിഷുകളുണ്ട്. ഒത്തിരി മലയാളീസും ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഈസ്റ്ററിൻ്റെ അന്നത്തെ പാതിര കുർബാനയൊക്കെ കൂടി ഈസ്റ്റർ എഗ്ഗും വാങ്ങിയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ. ദാ ഇത് കണ്ടോ, ഈസ്റ്റർ എഗ്ഗിൽ പോലും റൊണാൾഡോ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ദാ ഈ പുള്ളിക്കാരിയുടെ മോൻ തന്നെയാണ് കേട്ടോ അത് ഡിസൈൻ ചെയ്തത്. അങ്ങനെ പാതിര കുർബാനയ്ക്ക് ശേഷം കുറച്ച് നേരം അവിടെ നിന്ന് സൊറ പറഞ്ഞു ഒരു ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ പോയത്. ഈ എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് ശേഷമുള്ള കത്തിവെപ്പും സൊറ പറച്ചിലും അതൊരു സ്ഥിരം കലാപരിപാടിയാണ് കേട്ടോ. കാരണം അന്ന് മാത്രമാണല്ലോ കുറേ അധികം മലയാളീസിനെ നമുക്ക് മുമ്പിൽ കാണാൻ കിട്ടുന്നതും. അപ്പോൾ ദാ ഇവരേനൊക്കെ ഞാൻ വർത്താനം പറയുന്ന പോലെ അഭിനയിക്കുക എന്ന് പറഞ്ഞ് അവിടെ പിടിച്ച് നിർത്തിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു ലോങ് ഫോട്ടോ സെഷനും വർത്താനം പറച്ചിലിനൊക്കെ ശേഷം വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പുറത്തെ ഒരു പള്ളിയും കൂടി ഉണ്ട്. ആ പള്ളിയിൽ ഗുജറാത്തി കുർബാന നടക്കായിരുന്നു കേട്ടോ. ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒപ്പം തന്നെ. എന്താണെന്നറിയാൻ പാടില്ല, പാതിര കുർബാന കഴിഞ്ഞപ്പോഴത്തേന് നല്ല വിശപ്പായിട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു സ്ട്രീറ്റ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് മോമോസ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ മോമോസ് ആണെന്നുണ്ടെങ്കിൽ ഈ ചേച്ചിയും ഈ ബയ്യന്മാരൊക്കെ കൂടെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വെച്ച് ഓർഡർ അനുസരിച്ച് മാവ് കുഴച്ച് അങ്ങനെ ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് അതൊക്കെ കഴിച്ച് ഒരു റൗണ്ടൊക്കെ അടിച്ച് വന്നപ്പോഴത്തേനും ഏകദേശം ഒരു 1:30-2 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കണ്ണട മുമ്പിൽ നിന്നിട്ട് എൻ്റെ കുറച്ച് ഫാഷൻ ഷോ ആയിരുന്നു കേട്ടോ. ഗുജറാത്തി സാരി എടുത്തതിൻ്റെ ഒരു ഫാഷൻ ഷോ. ഇങ്ങനെയാണ് ഗുജറാത്തിലെ സ്ത്രീകളുടെ സാരി എടുക്കുന്ന രീതി. പൊതുവെ ഈ സാരി എടുക്കുമ്പോൾ ഈ സാധനം തലയിലിടും, അതാണ് അതിൻ്റെ രീതി. ഇങ്ങനെ ഇടും തലയിൽ, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇത് തലയിലിടും. ഇനി ഇത് രാജസ്ഥാനീസ് ആണെങ്കിൽ ഇതാ ഈ സാധനം ഇങ്ങനെ ഇടും, ഇങ്ങനെ ഇടും. സ്ത്രീ സിനിമയിലെ മറ്റേ പെണ്ണ് കാരണം വരുന്നുണ്ട്. സ്ത്രീ സിനിമയിലാണോ? അതിലും ഉണ്ട്. പിന്നെ മറ്റേ ഓ സജനീരേ അതിലും ആ പെണ്ണിങ്ങനെയല്ലേ ഭർത്താക്കന്മാരുടെ മുമ്പിൽ പോലെ ഒരു മുഖം കാണിക്കില്ല. അങ്ങനെ ഫാഷൻ ഷോ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കിച്ചണിൽ കയറി. ഈസ്റ്ററിൻ്റെ മെനു എന്ന് പറയുന്നത് ഫിഷ് കറിയും മട്ടൻ കറിയും ആയിരുന്നു നമ്മൾ പ്ലാനിലുണ്ടായിരുന്നത്. ഫിഷ് കറി എൻ്റെ വകയും മട്ടൻ കറി അഞ്ചേൻ്റെ വകയായിരുന്നേ. അങ്ങനെ പാതിര കുർബാനയൊക്കെ കഴിഞ്ഞ് വന്ന് ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്.